ഇന്ന് നമുക്കൊന്ന് പുറത്ത് പോയാലോ? ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അനിയത്തിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളെ കുട്ടിക്ക് ഡ്രസ്സും അതുപോലെ ടോയ്സൊക്കെ മേടിക്കാണ് കേട്ടോ. അപ്പോൾ അതിന് പോകുകയാണ്. അതുപോലെ മുകളിലെ മാല പൊട്ടിയിട്ട് അപ്പോൾ അത് കൊടുത്തിട്ട് വേറൊന്ന് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കുറച്ച് ചെറിയ മാല ഇട്ട് എടുത്തത്. എന്നാൽ അവൾക്ക് കടിക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള മാലയാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ മാല മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് അവൾക്ക് അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് കഴുത്തിൽ വല്ലാണ്ട് ലെങ്ത്ത് ഒന്നും തോന്നിക്കാത്ത രീതിയിലാണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുത്തിൽ കുറച്ച് കുടുങ്ങി കിടക്കുന്ന ടൈപ്പിലോട്ട് എടുത്തത്. പിന്നെ ഒന്ന് അഴിയും ചെയ്യും, പിന്നെ മോള് കടിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മാലൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നിട്ട് നേരെ ഒറ്റപ്പാലത്ത് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അനിയത്തിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ ഞാനും അമ്മയൊക്കെ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ 2-3 ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇമ്മ ഒരു ഷർട്ടും പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ടീഷർട്ടും പാൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടാളും ഒരേപോലത്തെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉമ്മാക്ക് പറ്റിയിട്ടുള്ളൊരു ഷർട്ടാണ് ഇപ്പോൾ നോക്കണത്. അപ്പോൾ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന് പറ്റിയ പാൻറ്റും കൂടി നോക്കിയിട്ട് വേണം. ഇപ്പോൾ ഞാൻ ടീഷർട്ടാണ് നോക്കുന്നത്. ടീഷർട്ടും ഒരു പാൻറ്റും എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിർത്തിയിട്ട് ബില്ല് ചെയ്തിട്ട് പിന്നെ നേരെ ഞങ്ങൾ ടോയ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നേരെ ടൗണിലോട്ട് പോയിട്ട് പിന്നെ നേരെ ബസ് കയറിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ഇത്രയുള്ളൂ. അസ്സലാമു അലൈക്കും.